ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ സമ്പാദ്യമെന്ന് ഷാഫി പറമ്പിലും. കരുവന്നൂർ മോഡലല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ജീവനക്കാർക്കുണ്ട്. അധികാരത്തിന്റെ പവർ ഉപയോഗിച്ച് സഹകരണ മേഖലയെ ഊറ്റിയെടുത്ത് കവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ ജീവനക്കാരുടെ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് 37ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏക സഹകരണം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സഹകരണം മാത്രമാണ്. ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു പാർട്ടി ബിസിനസ് അല്ല. അത് കേവലം പാർട്ടി മാത്രം ആഗ്രഹിക്കുന്ന, പാർട്ടിക്കാരൻ മാത്രം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ മേഖല ആഗ്രഹിക്കുന്ന കാര്യമാണ്. സഹകരണ മേഖലയിലെ സഹകരണം, അത് ഈ മേഖലയെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രഖ്യാപിച്ച സഹകരണത്തെ അവരെങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇപ്പോഴും ഇത് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാർഷിക വികസന ബാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പൊളിറ്റിക്കലി അവരുടെ അധീശത്വം സ്ഥാപിക്കാനുള്ള വളഞ്ഞ വഴികൾ തേടുന്ന തലക്ക് അവരിപ്പോ ഒരേ ഒരു സഹകരണമേ ഉറപ്പുവരുത്തുന്നുള്ളൂ. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഏക സഹകരണം നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള സഹകരണമാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള സഹകരണമാണ്. ഈ മേഖല ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് ഈ സഹകരണ മേഖലയുടെ വിശ്വാസ്യത കാക്കാൻ തയ്യാറാവുന്നില്ല. സാധു കല്യാണ മണ്ഡപത്തിലെ CM കരുണാകരൻ നമ്പ്യാർ നഗറിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. KCEF സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു, സംസ്ഥാന പ്രസിഡന്റ് M രാജു, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, PM നിയാസ്, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, ചന്ദ്രൻ തില്ലങ്കേരി, രജിത് നാറാത്ത്, KCEF സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ, ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.